ഹലോ, ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളിതാ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നിൽക്കുന്നത് 11th ഫ്ലോറിലാണ്. സാറാ പ്ലാസ എന്ന് പറയും, നമ്മളെ ബിൽഡിങ്ങിൻ്റെ പേര് അതാണ്. അപ്പം ഞങ്ങളിതാ ലിഫ്റ്റിലൊക്കെ കയറി. അപ്പോൾ സാൻവി അത്യാവശ്യം നല്ല വാശിയിലായിരുന്നു കേട്ടോ, ഒന്ന് മാറ്റുന്നില്ല, പിന്നെ അയാൾ മുടി കിട്ടുന്നില്ല, അങ്ങനത്തെയൊക്കെ ഒരുപാട് വാശിയൊക്കെ ആയിട്ട് നമ്മളെങ്ങനെയൊക്കെയോ ആണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ആൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് കാണുന്ന കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോബിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇടയ്ക്ക് വൈകുന്നേരം വന്നിട്ടൊക്കെ കളിക്കാറുണ്ട്. കുറേ കുട്ടികളുണ്ടാവും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. പിന്നെ ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം സാൻവിക്ക് ഇനിയിപ്പോൾ അച്ഛനെടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അവൾ നടക്കില്ല കേട്ടോ, നടക്കാൻ ഇച്ചിരി മടിയാണ്. പിന്നെ ഞാനും അവളും കൂടെ മാത്രമാണ് പുറത്ത് പോകുന്നതെങ്കിൽ അവൾ ഓക്കെ അഡ്ജസ്റ്റാക്കി നടക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോളും. പിന്നെ അച്ഛനാവുന്ന സമയത്ത് അച്ഛനെ എടുക്കണം, അത് കമ്പൽസറിയാണ്. പിന്നെ ഇതാ ഞങ്ങൾ പുറത്തെത്തി, റോഡ് സൈഡിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ് സ്റ്റോപ്പ്, ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അൽദാന്ത പോണ്ട് പാർക്കിലേക്കാണ്. അപ്പം നമ്മൾ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നടക്കാനൊക്കെ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ നടക്കുന്നില്ല. കാരണം സാൻവിനും കൂടെ ആയി പോകുന്ന സമയത്ത് ഇച്ചിരി റിസ്ക്കാണ്. ആൾ ഓൾറെഡി ഇച്ചിരി വാശിയിലാണ്. അപ്പം നമ്മൾ വെറുതെ ഇനി റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മൾ അതിന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് കേട്ടോ. കാരണം വീക്കെൻഡാണ്, സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ വീക്കെൻഡ്. അപ്പം അതിൻ്റേതായ രീതിയിലുള്ള തിരക്ക് ഈ ഒരു സമയത്ത് കാണും കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ടാക്സി കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാ ടാക്സി വന്നു. അപ്പോൾ ഇതാ ഞങ്ങളിതാ കയറി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും സ്ട്രെയിറ്റ് പോകേണ്ട, ഞങ്ങൾ കുറച്ച് ടേൺ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. കാരണം ഇനിയും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി സിഗ്നലിൽ കൂടി ഞങ്ങൾക്ക് ലേറ്റ് ആവും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന കുറച്ച് വ്യൂസാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞങ്ങളിതാ പാർക്കിലെത്തി കേട്ടോ. അപ്പം പാർക്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല പാർക്കാട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി, അയ്യോ കുറച്ച് ലേറ്റായല്ലോ. ഇരുടായപ്പം നമ്മൾ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയാവേനു കേട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ. അപ്പം രാവിലെ ഇറങ്ങിയാലും രാത്രി ഇറങ്ങിയാലൊക്കെ ഒരേ ഫീലാട്ടോ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തൊരു ചൂടാട്ടോ. ഭയങ്കര ഇറിറ്റേഷൻ ആവും, ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. പിന്നെ സാൻവി സ്ലൈഡിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം അവളൊന്ന് മൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കുറേ കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാൻവി നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങി, നല്ല ഹാപ്പിയാണ് കേട്ടോ അവൾ. പിന്നെ അവൾ മണ്ണ് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവൾക്കും. പിന്നെ ഇതാണ് കേട്ടോ അവിടെ കാണുന്ന പോണ്ട്. ഇത് ശരിക്കും ഡേ ടൈമാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുക വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.